നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, ഇത് എങ്ങനെ സാധിച്ചു? When you want something, all the universe conspires in helping you to achieve it. പൗലോ കൊയ്ലോയുടെ വരികളാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന. ഇന്ന് പ്രപഞ്ചമായിട്ട് കൂടെ നിന്നത് എൻ്റെ ചേച്ചിയാ. ദർശന പഠിത്തത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു. ഓഹോ, അങ്ങനെ പറ. IPS കാര്യാവാനുള്ള ദർശന മാഡത്തിന്റെ ആഗ്രഹം മുതലെടുത്ത് ചുളിവിൽ ഒപ്പിച്ചെടുത്തതല്ലേ ഈ സൈൻ? അല്ല കുര്യച്ച, ഇതിൻ്റെ പിന്നിലും പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു ചതിക്കുഴിയുണ്ട്. ഫയൽ കൊണ്ടുകൊടുത്തത് ചേച്ചി ആയതുകൊണ്ട് മാത്രം ദർശന വായിച്ചു നോക്കിയില്ല എന്ന് പറയുന്നതാവും ശരി. ഓ, അതാണ് റൂട്ടല്ലേ? അല്ലെങ്കിൽ ബാംഗ്ലൂർ കമ്പനി എന്ന് കാണുമ്പോൾ തന്നെ ദർശന മാഡം ഈ ഫയല് കീറിക്കളഞ്ഞേനെ. പിന്നെ ഇത് ഇന്ന് തന്നെ പാസ്സാക്കി വിട്ടേക്കണേ. ഓഫീസിലെ അധികം ആരും അറിയാതെ തന്നെ. പ്രത്യേകിച്ച് അളിയൻ യതീന്ദ്രൻ സാറ്. അളിയന് ഈടായിട്ട് കൂറൽപ്പം കൂടിയിട്ടുണ്ടോന്നൊരു സംശയം. സാറ് പേടിക്കണ്ട, ഇത് ഇനി ചെവിക്ക് ചെവി അറിയാതെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കോളാം. ഗുഡ്. നമ്മുടെ പദ്ധതികൾ ഒന്നൊന്നായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനേക്കാൾ വലിയ കമ്പനിയായി നമ്മുടെ കമ്പനി ഉയരും. യതി സാർ ഇടയ്ക്കിടയ്ക്ക് ആ ബാംഗ്ലൂർ കമ്പനിയെക്കുറിച്ചും സോമസുന്ദരത്തെ പറ്റിയും തിരക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും മാർക്കറ്റിലെ ഫിനാൻസിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഓഫീസ് പരിശോധന കുറവാ. ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. കുര്യച്ചനും കിനാവ് കണ്ട് തുടങ്ങി സാറേ. ബാംഗ്ലൂർ കമ്പനിയിലെ CEO ആയിട്ടുള്ള മാറ്റം. ഇനി കിനാവിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് മാറാനുള്ള ഒരു കാലതാമസമേ ഉള്ളൂ. കുര്യച്ച, ഇത് പവിത്രന്റെ വാക്കാ, നടക്കുന്ന വാക്ക്. എനിക്ക് വിശ്വാസമാ സാറേ, മുറിച്ചിട്ടാലും മുറി കൂടുന്ന പവിത്രൻ സാറിന്റെ വാക്ക്. താൻ ചെല്ലു. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. മുറിച്ചിട്ടാലും മുറി കൂടുന്ന പവിത്രൻ. സുമംഗലത്തമ്പുരാട്ടി എവിടെ പോയി? പവിത്രനില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക. ചേച്ചി പേടിക്കണ്ട, എന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. ഞാൻ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ച് വന്നതുമല്ല. ഞാൻ ചേച്ചിയോടൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്നതാ. സങ്കടം ബോധിപ്പിക്കാനോ? നീ എന്താ കളിയാക്ക? ചേച്ചി, എനിക്കിപ്പോ ഭ്രാന്തില്ല. പക്ഷേ ഒരുതരം ഭയം ഉള്ളില്. ഇനി എന്തൊക്കെ ആകുമെന്ന ഭയം. ഒരിക്കൽ ഭ്രാന്ത് വന്നാ പിന്നെ എന്നും എപ്പോഴും ഭ്രാന്തിയായി കാണാനാ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ എനിക്ക് ഭയം എന്ന് പറഞ്ഞത് ഒരു ഭ്രാന്തിയുടെ ഭ്രമമല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയുള്ള ഒരമ്മയുടെ ആധിയ. മനസ്സിലായില്ല. മനസ്സിലാകുന്ന രീതിയിൽ പറയാം. എതിയേട്ടന്റെ രഞ്ജിനിയുടെ മകനില്ലേ, അവനെന്തു പറ്റി? അവനൊന്നും പറ്റിയില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ അവൻ മരുവത്തൂർ തറവാട്ടിലേക്ക് വരാൻ പോകുന്നു. അതിനെന്താ, അത് സന്തോഷമല്ലേ? അല്ല, എനിക്കും പവിയേട്ടനും അതത്ര സന്തോഷം തരുന്ന കാര്യമല്ല.
ചേച്ചി എന്താ മിണ്ടാത്തെ? എന്തും മിണ്ടാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൻ മരുവത്തൂരിലേക്ക് വരരുത്, അതാ എന്റെ ആവശ്യം. അവൻ വരുന്നതേ അവനും കൂടി അവകാശപ്പെട്ട തറവാട്ടിലേക്കാ. അതിലുപരി അവൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക്. എനിക്കത് തടയാനൊന്നും ആവില്ല. അല്ല, അവൻ വന്ന നിനക്കെന്താ കുഴപ്പം? ചേച്ചി എന്താ ഒന്നും അറിയാത്തതുപോലെ? അവൻ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ സംഭവിച്ചതൊക്കെ ചേച്ചിക്ക് അറിയാലോ. എന്താ അതൊക്കെ വീണ്ടും ആവർത്തിക്കണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. യാതൊരു തെളിവുമില്ലാതെ ഊഹാപോഹങ്ങളിൽ തീർത്തെടുത്ത കഥകൾ. ഊഹാപോഹങ്ങളോ? എന്റെ കുഞ്ഞിനെ അപമാനിക്കാൻ ശ്രമിച്ചവനാ അവൻ. അന്നവൻ അത് നിഷേധിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൻ തന്നെ അത് ചെയ്തത്. നീ അവനെ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ ശ്രേയ കണ്ടു. ശ്രേയ അവനെ വ്യക്തമായി കണ്ടെന്ന് പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ? ഭർത്താവിന്റെ അനുജന്റെ മകനായപ്പോ ചേച്ചിയുടെ നീതിബോധമൊക്കെ വീണുടഞ്ഞോ? ചേച്ചി ഇക്കാര്യത്തിൽ എന്നെ ഇടപെടുത്താതെ എതിയേട്ടനോടും രഞ്ജിനിയോടും കാര്യമായി പറഞ്ഞു മനസ്സിലാക്കി അവന്റെ ഇങ്ങോട്ടുള്ള വരവൊന്ന് തടയണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, തടയണം. അതല്ല, ഭർത്താവിന്റെ അനുജന്റെയും കുടുംബത്തിന്റെയും പ്രീതി കൈവിടാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ കാണാൻ പരോള് കിട്ടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. എന്നേക്കാൾ പവിയേട്ടന്റെ സ്വഭാവം നന്നായി അറിയുന്ന ആളല്ലേ ചേച്ചി? അവൻ വിദേശവാസമൊക്കെ കഴിഞ്ഞ് പതിവിലും വഷളായിട്ടായിരിക്കും വരവ്. അവൻ എന്തെങ്കിലും അപമര്യാദ മോളോട് കാണിക്കുകയും ചെയ്യും. പവിയേട്ടൻ അവനെ ജീവനോടെ കത്തിക്കും. അറിയാലോ ആ മനുഷ്യനെ. എന്തിനാ വെറുതെ? ചേച്ചി ചിന്തിച്ച് ഒരു തീരുമാനം എടുത്താ മതി. ആ പിന്നെ ഒരു കാര്യം കൂടി. ഇവിടെ കല്യാണപ്രായം എത്തിയ പെൺകുട്ടി എന്റെ മോള് മാത്രമല്ല, ഗീതമ്മയുടെ മോളും ആ അഞ്ജനയും ഉണ്ട്. എന്തിനാ അവന്റെ വരവ് ഒടുക്കത്തെ വരവാക്കുന്നത്? ഇതിൽ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അളിയനറിയാവുന്നല്ലേ. അവൻ തൽക്കാലം വീട്ടിലേക്ക് ഉടനെ വരാൻ പാടില്ല. അവനോട് ഞാനിത് എങ്ങനെ പറയും? പറഞ്ഞേ പറ്റൂ. ഒരച്ഛന് മകനോട് പറയാൻ പറ്റുന്നത് പോലെ ലോകത്ത് ആർക്കും ആരോടും പറയാൻ കഴിയില്ല. അവന്റെ ദൗർബല്യങ്ങള് ഏറ്റവും കൂടുതൽ അറിയുന്നത് അളിയനല്ലേ. പിന്നെ പറയാൻ മടിയെന്തിനാ? അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവന് തന്നെ ബോധ്യമുള്ളപ്പോ പിന്നെ പറയുന്നതിലൊരു മടിയും വേണ്ട. ചെയ്തു പോയതിൽ അവന് പശ്ചാത്താപമുണ്ട്. അവന്റെ പശ്ചാത്താപത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും കേൾക്കണ്ട, പ്രത്യേകിച്ച് ശ്രേയ മോൾക്ക്. ഈ കാര്യം അളിയൻ ഗൗരവമായിട്ട് എടുത്തേ പറ്റൂ. അവന്റെ പഠനം തീർന്ന ഉടൻ അവൻ അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്ക്. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം.